അധ്യക്ഷൻ സ്കൂൾ മാനേജർ കൂടിയായ അനിൽകുമാർ സാർ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത പി സുരേഷ് കുമാർ സാർ ഉൾപ്പെടെ ഈ വേദിയിലിരിക്കുന്ന പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സ്കൂൾ മാനേജ്മെന്റ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇവിടെ സുരേഷ് കുമാർ സാർ ഒരു വിദ്യാഭ്യാസം എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും അത് എങ്ങനെ ആയിരിക്കണമെന്നും നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത് ഈ കുട്ടികളുടെ പ്രോഗ്രാം കാണാനാണ്. ഈ നോട്ടീസ് പ്രകാരം 9 മണിയാകുമ്പോൾ എന്റർടൈൻമെന്റ് പ്രോഗ്രാം തീർന്നിരിക്കേണ്ട സമയമാണ്. പക്ഷെ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് അതിനെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്തായാലും ഒരു കാര്യം മാത്രം, അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ ഒരു യുഗം മുന്നേ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികളെ അവർ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിന് നമുക്കെല്ലാവർക്കും ആ മാനേജ്മെന്റിനോട് കടപ്പാടുണ്ട്. ഈ മലയോര മേഖലയിൽ നല്ല ഒരു വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടുവരാനും പുതിയതായി വരുന്ന ടെക്നോളജി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനും ഈ വിദ്യാഭ്യാസ സ്ഥാപനം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെന്നും ഈ മലയോര നാടിന് ഒരു അഭിമാനം തന്നെയാണ്. അതുപോലെ തന്നെ സുരേഷ് കുമാർ സാർ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഇസഡ് കാറ്റഗറിയിലുള്ള മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പുറന്തള്ളുന്ന ഒരു അവസ്ഥയിലേക്ക്, അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ നാളത്തെ ഒരു തലമുറ നമ്മളെ കേൾക്കാൻ തയ്യാറാവില്ല എന്നതാണ്. കാരണം ഇന്ന് ഞാൻ പലപ്പോഴും പല വീടുകളിലെ മുതിർന്നവർ, വൈ കാറ്റഗറിയിലുള്ളവര് നമ്മുടെ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ മക്കള് എന്നെ നോക്കുന്നില്ല, അല്ലെങ്കിൽ അവരെനിക്ക് ചെലവിന് തരുന്നില്ല. ഇതേ കാര്യം ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞത്, എനിക്ക് 2 മക്കളുണ്ട്, എനിക്ക് അവരെ പഠിപ്പിക്കണം, അവർക്ക് പെൻഷൻ ഉണ്ടല്ലോ. അതായത് ഇസഡ് കാറ്റഗറിയിലുള്ളവർ വൈ കാറ്റഗറിക്കാരോട്, അവരുടെ മാതാപിതാക്കളോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ്. അവരെ അനാഥാലയത്തിൽ തള്ളാൻ ശ്രമിക്കുന്നു. നമ്മൾ അവരോട് കാണിക്കുന്ന ആ ക്രൂരത തിരിച്ച് നമ്മുടെ മക്കൾ നമ്മളോട് കാണിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ആ സ്നേഹം തിരിച്ച് നമ്മൾക്ക് കിട്ടുന്നുണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തണം. അങ്ങനെ ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നമുക്ക് നൽകാൻ ഈ ഓക്സ്ഫോർഡ് സ്കൂളിന് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ 3 വർഷം കൊണ്ട് ഈ ഒരു വേദി നിറഞ്ഞ് ഇവിടെ കുട്ടികളും മാതാപിതാക്കളും എത്തിയിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നൽകും.